ഓക്കെ, അപ്പൊ എക്സസൈസ് 8A ക്വസ്റ്റ്യൻ നമ്പർ 5. ആഷ്ലിൻ ഒന്ന് വായിച്ച ക്വസ്റ്റ്യൻ നമ്പർ 5. Find the values of constants a and b when x minus 1 and x plus 3 both are the factors of expression x cube plus ax square plus bx minus 12. എക്സ് മൈനസ് 2 ആണോ എക്സ് മൈനസ് 1 ആണോ? x minus 2. ആഷ്ലിൻ എക്സ് മൈനസ് 1 എന്നാ വായിച്ചത്. ഓക്കെ, ശരി. അപ്പോ എക്സ് മൈനസ് 2ഉം എക്സ് പ്ലസ് 3ഉം എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ എക്സ്പ്രഷൻ ഉണ്ട്, ഏതാണ്? എക്സ് ക്യൂബ് പ്ലസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് മൈനസ് 12ന്റെ എന്താണ്? ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ എന്തെന്ന് എടുക്കുന്നു? ഐ എം ടേക്കിംഗ് ദാറ്റ് ആസ് പി ഓഫ് എക്സ്. അതിനെന്തെന്ന് എടുക്കുക? പി ഓഫ് എക്സ് എന്ന് എടുക്കുക. നമ്മൾ സാധാരണ എടുക്കുന്നു. ആദ്യത്തെ ഫാക്ടർ ഏതാണ്? എക്സ് മൈനസ് 2 ഇസ് എ ഫാക്ടർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ, എക്സ് മൈനസ് 2 ഫാക്ടർ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? 2. എക്സ് മൈനസ് 2 ഫാക്ടർ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 2. ആ 2 എന്ന് പറയുന്ന വാല്യൂ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ആ പോളിനോമിയലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വാട്ട് ഈസ് പി ഓഫ് 2? ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ക്യൂബ് പ്ലസ് എ ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 2 മൈനസ് 12. അത് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? ഇക്വേറ്റ് ദാറ്റ് വിത്ത് 0. എന്തുകൊണ്ടാണ് ഇതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്? കാരണം ഇവിടെ എന്താണത്? ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാക്ടർ ആണെങ്കിൽ അത് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? യു ക്യാൻ ഇക്വേറ്റ് ദാറ്റ് വിത്ത് 0. So 2 cube plus a into 2 square plus b into 2 minus 12 equals 0. That is 8 plus 4a plus 2b minus 12 equal to 0. Or 4a plus 2b is equal to 8 minus 12 minus 4 ആണ്. അതപ്പുറത്ത് പോകുമ്പോൾ 4. 4a plus 2b 4 ആണ്. അപ്പൊ എല്ലാം 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? ഡിവൈഡ് ചെയ്യുമ്പോൾ 2a plus b is equal to 2. So what is the first equation that you get in a and b? 2a plus b is equal to 2. അപ്പൊ ഇങ്ങനെ ആദ്യം 2 ഇട്ടപ്പോൾ എക്സ് മൈനസ് 2 എന്ന് പറയുന്ന ഫാക്ടർ ഇട്ടപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണിത്. ഇനി ഇതുപോലെ എക്സ് പ്ലസ് 3 ഇടണം. എക്സ് പ്ലസ് 3 എന്ന് പറയുമ്പോൾ ഏതാണ് എക്സിന്റെ വാല്യൂ? എക്സ് പ്ലസ് 3 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ എത്രയാണ്? -3. അങ്ങനെയാണെങ്കിൽ പി ഓഫ് -3 എന്ന് പറയുമ്പോൾ എത്രയാണ്? -3 ക്യൂബ് പ്ലസ് എ ഇൻറ്റു -3 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു -3 മൈനസ് 12 ഈക്വൽസ് അവിടെയും 0. സോ ദാറ്റ് ഇസ് -27 plus 9a minus 3b minus 12 equals 0, or 9a minus 3b minus 27 minus 12 കൂടെ ചേരുമ്പോൾ -13 ആണ്. അത് അപ്പുറത്ത് പോകുമ്പോൾ സിംപ്ലി 13 ആണ്. ഇതിനെ മൊത്തം 3 വെച്ച് ഡിവൈഡ് ആവും. സോ വെൻ യു ഡിവൈഡ് ബൈ 3 യു ഗെറ്റ് 3a minus b is equal to how much? 13. That is the second equation. അപ്പൊ നിങ്ങൾക്ക് എയിലും ബിയിലും എത്ര ഇക്വേഷൻ കിട്ടി? 2 ഇക്വേഷൻ കിട്ടിയല്ലോ. ഈ 2 ഇക്വേഷനും എന്ത് ചെയ്യുക? യു ഹാവ് ടു സോൾവ് ദീസ് 2 ഇക്വേഷൻസ്. ഈ 2 ഇക്വേഷൻസും സോൾവ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് എന്ത് കണ്ടുപിടിക്കുക? എ കണ്ടുപിടിക്കുക, ബി കണ്ടുപിടിക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. പക്ഷേ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാം. നമ്മൾ വിചാരിക്കും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല എന്ന് നമുക്കൊരു ഇതുണ്ട്. അങ്ങനെയൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനും അവര് എന്ത് ചെയ്യും? എക്സാമിന് എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക. ഇതിനകത്ത് വരുന്ന നമ്പറുകൾ മാറാതെ നോക്കുക. എയും ബിയും കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു നമ്പറോ ഒരു പ്ലസോ മൈനസോ മാറിപ്പോയി കഴിഞ്ഞാൽ ആൻസർ മുഴുവൻ തെറ്റും. സോ മാക്സിമം ശ്രദ്ധയോടെ ചെയ്യുക കേട്ടോ. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പല മെത്തേഡുകൾ ഉപയോഗിക്കാം. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള പല മെത്തേഡുകൾ ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഇത് ഇവിടെ ബിയും മൈനസ് ബിയും ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര? 15. ഇവിടെ 5a. 5a is equal to 15 or a is equal to 15 by 5 how much? 3. ആ വാല്യൂ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും എന്താണ്? 3 into 3 minus b is equal to 13, or 9 minus b is equal to 13, or b is equal to how much? 13 minus 9, അല്ലെങ്കിൽ 9 minus 13 -4. So a യുടെ വാല്യൂ 3യും b യുടെ വാല്യൂ എത്രയാണ്? -4. So the two values are 3 and -4. കിട്ടിയോ? കിട്ടിയെങ്കിൽ അടുത്തതിലോട്ട് പോവാം. പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പോവാം. അലീന, ആഷ്ലൻ കിട്ടിയോ? ഓക്കെ. അബൈ? അടുത്ത ചോദ്യത്തിലോട്ട് പോവല്ലോ അല്ലെ? ശരി. അടുത്ത ആ എക്സസൈസ് 8A തന്നെ ഇതേമാതിരി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6ഉം അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 7ഉം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6, ക്വസ്റ്റ്യൻ നമ്പർ 7, ക്വസ്റ്റ്യൻ നമ്പർ 8, ഇതെല്ലാം ഈ ടൈപ്പാണ്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 ഫാക്ടർ ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9 when x cube plus 2x square minus kx plus 4 is divided by x minus 2, the remainder is k. അതായത് ഫാക്ടർ അല്ല, റിമൈൻഡർ ഉള്ളതാണ്. അപ്പൊ റിമൈൻഡർ ഉള്ളതെന്ന് പറയുമ്പോൾ എന്താണ്?
നിങ്ങൾ നേരത്തെ ഇട്ട ക്വസ്റ്റ്യനിൽ 0 ഒക്കെ ഇടും പോലെ ഇവിടെ 0ക്ക് പകരം എന്തിടണം? കെ എന്ന് പറയുന്ന ആ വാല്യൂ ഇട്ട് കൊടുക്കണം. ഓക്കെ, കാരണം റിമൈൻഡർ 0 അല്ല, ഫാക്ടർ അല്ല. ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് ഒരു റിമൈൻഡർ എന്തായാലും ഉണ്ട് ഇവിടെ. സോ ആ റിമൈൻഡർ കെ ആണ്. ആ കെയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 9ഉം ക്വസ്റ്റ്യൻ നമ്പർ 10ഉം പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11ഉം ഇതേപോലത്തെ നമ്മളിപ്പോ ചെയ്ത പോലത്തെ ടൈപ്പിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് ആണ്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 11 നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ഒരു പോളിനോമിയൽ x³ പ്ലസ് ax² പ്ലസ് bx പ്ലസ് 6, അതിന് x-2 ഫാക്ടർ ആണ്. അപ്പൊ അവിടെ p(2) 0 ആണ്. ആ പോളിനോമിയലിന് 2 ഇടുമ്പോൾ 0 ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്ന ലീവ്സ് എ റിമൈൻഡർ 3 when divided by x-3. ലീവ്സ് എ റിമൈൻഡർ 3. അപ്പോ അവിടെ രണ്ടാമത്തെ കേസിൽ x-3, അതായത് p(3), x-ന് 3 എന്ന് പറയുന്ന വാല്യൂ ഇടുമ്പോൾ അത് 0ക്ക് അല്ല ഈക്വല്, അവിടെ ഒരു റിമൈൻഡർ എത്രയാണ്? 3 ആണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻസ് നേരത്തെ കിട്ടിയതുപോലെ എയിലും ബിയിലും കിട്ടും. എന്നിട്ട് അത് സോൾവ് ചെയ്യുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 11 ഒന്ന് ചെയ്യാവോ? ക്വസ്റ്റ്യൻ നമ്പർ 11 അഭയ് ഒന്ന് വായിക്കണേ. ക്വസ്റ്റ്യൻ നമ്പർ 11. Oh, sir. What quantity must be subtracted to each term of the ratio minus 11ാമത്തെ ചോദ്യം. 7a അല്ലേ? 8a. ഏത് ചാപ്റ്റർ? സോറി, 8a. മാറിപ്പോയി, എടുത്ത പേജ് മാറിപ്പോയി. ഇത്ര നേരം പിന്നെ ഏത് പേജ് മാറിപ്പോയി. ബുക്ക് അടച്ചുപോയി, എന്നിട്ട് തുറന്നപ്പോഴാണെങ്കിൽ 7 എടുത്ത്. ഇത് if x³ plus ax² plus bx plus 6 has x-2 as a factor and leaves a remainder 3 when divided by x-3, find the values of a and b. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പോളിനോമിയൽ p of x എന്താണ്? പറ അഭയ് പറയണേ. ഇതിന് അഭയ് പറയാം. എത്രയാ? x എന്ന് പറയുമ്പോ x is equal to 2 എന്ന് വരുന്നുണ്ട്. അഭയ്, ഞാൻ ഇവിടെ പോളിനോമിയൽ ആണ് ചോദിക്കുന്നത്. p of x എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ പോളിനോമിയൽ ഇവിടുത്തെ? p of x എന്ന് പറയുമ്പോ റിമൈൻഡർ 3. അഭയുടെ വീഡിയോ ഒന്ന് കാണാമോ? കുറെ ദിവസം അഭയനെ ഞാൻ. ഒരു സെക്കൻഡ് സാർ. പെട്ടെന്ന് സമയമില്ല, ഇത് റെക്കോർഡഡ് ആണ്. അതുകൊണ്ട് എനിക്ക് ബാക്കി കുട്ടികൾക്ക് കേട്ടതാ. അപ്പൊ അവര് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും p of x എന്ന് പറയും എന്താ? പോളിനോമിയൽ ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ പോളിനോമിയൽ ഏതെന്നാണ് അഭയുടെ ചോദിച്ചത്. വേറെ ഒന്നുമില്ല. ഇവിടുത്തെ പോളിനോമിയൽ ഏതാണ്? സാർ ഉദ്ദേശിച്ച ഇക്വേഷനകത്തുള്ളതല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്ട് ഈസ് ദ പോളിനോമിയൽ ഹിയർ? ഏത് പോളിനോമിയലാണ് ഇവിടെ ഫാക്ടർ ആയിട്ടും അതുപോലെ റിമൈൻഡർ ആയിട്ടും ഒക്കെ വരുന്ന പോളിനോമിയൽ ഏതാണ്? ആ ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കുന്ന വായിക്കുക പോയി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വായിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുക. if x³ plus ax² plus bx plus 6. അപ്പൊ ഏതാ പോളിനോമിയൽ ഇവിടുത്തെ? അതാണ് നീ പോളിനോമിയൽ p of x എന്താണ്? p of x എന്ന് പറയുമ്പോ 2 എന്ന് വരുന്നുണ്ട്, 3 എന്നും വരുന്നുണ്ട്. അപ്പൊ ഈ അഭയുടെ അടുത്ത് ഞാൻ p of x എന്താണെന്നാണ് ചോദിക്കുന്നത്. അഭയ് അതിന് വേറെ ഉത്തരം കുറെ നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആൻസർ കുറെ നേരം കൊണ്ട് അഭയുടെ വായിന്ന് കേൾക്കാൻ വേണ്ടി ചോദിക്കണേ. അഭയ് ഇപ്പോഴും വേറെ എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അഭയ്ക്ക് p of x വേറെ മനസ്സിലായില്ല അല്ലെ? പോളിനോമിയൽ എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി, p of x മനസ്സിലായില്ല. So polynomial p of x is equal to x³ plus ax² plus bx plus 6. അതാണ് നമ്മുടെ ഇവിടെ ഈ ക്വസ്റ്റ്യനിലെ പോളിനോമിയൽ. x-2 ഇവിടുത്തെ ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. x-2 ഫാക്ടർ ആണെങ്കിൽ p of 2 0 ആണ്. അതുപോലെ റിമൈൻഡർ 3 വരും. എത്ര വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ x-3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണ്. അതായത് p of ഈ മൈനസ് x-3 ആയതുകൊണ്ട് p of 3 എന്ന് പറയുന്നത് എത്രയാണ്? റിമൈൻഡർ ഇവിടെ 3 ആണ്. സോ p of 2 0, p of 3 3. അപ്പൊ p of 2 എന്ന് പറയുമ്പോൾ ഈ പോളിനോമിയലില് x-ന് 2 ഇട്ട് കൊടുക്കുക. അപ്പൊ എത്രയാണ്?
2 cube plus a into 2 square plus b into 2 minus 6 equal to 0. അത് ചെറുതാക്കി എഴുതുമ്പോൾ ഒരു ചെറിയ ഇക്വേഷൻ കിട്ടും. p of 3 is equal to 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 cube plus a into 3 square plus b into 3 plus 6 equals to 3. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ, അങ്ങനെ രണ്ട് ഇക്വേഷൻ ഏതിലേക്ക് കിട്ടും? യു വിൽ ഗെറ്റ് 2 equations in a and b. രണ്ട് ഇക്വേഷൻ എയിലും ബി രണ്ട് ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷൻസിനെ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക, എന്നിട്ട് എ കണ്ടുപിടിക്കുക, ബി കണ്ടുപിടിക്കുക. ഇത് അറിയാവുന്നുള്ളവർ ചെയ്യുക. ഇതിൽ കൂടുതൽ എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല അഭയ്. അത് അഭയ്ക്കായാലും ശരി, ആർക്കായാലും ശരി. സാർ പോളിനോമിയൽ ഇത് പി ഓഫ് എക്സ് എന്നൊക്കെ പറയുമ്പോ എനിക്ക് പേരൊക്കെ മാറിപ്പോണ്ട്. എനിക്ക് മനസ്സിലായില്ല. എന്ന് പറയുമ്പോൾ മനസ്സിലാവാൻ പാടില്ല. കാരണം പഠിക്കുന്നത് 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലാണല്ലോ. പി ഓഫ് എക്സ് പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കുക. പഠിക്കുന്നത് ഏത് ക്ലാസ്സിലാണെന്നുള്ളതും കൂടെ ഓർമ്മ വേണം. 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ ഇനി 2 മാസം കൂടെ ഉള്ളൂ. ആ ഒരു കുട്ടിയുടെ അടുത്താണ് ഞാൻ ഈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ വർഷം തുടക്കത്തിൽ, ഇപ്പൊ ജൂണിലാണ് അഭയ് എന്റെ അടുത്ത് വന്നിരിക്കുന്നത്. അഭയ് പി ഓഫ് എക്സ് എന്താണെന്ന് അറിഞ്ഞുകൂടെ ഇനി പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടില്ല, കാരണം പഠിക്കുന്നേ ഉള്ളൂ. ഇതിപ്പോ അങ്ങനെയല്ല. ഇതെല്ലാം പഠിച്ച് എല്ലാം പരീക്ഷിത മോഡൽ, രണ്ടാമത്തെ മോഡലുമായി, എന്നിട്ട് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, പക്ഷെ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അറിയാമെങ്കിൽ എനിക്ക് അതിന് ഇനി ഇതിൽ കൂടുതൽ ഫീഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് എഴുതിയെടുക്കുക എല്ലാവരും. മാക്സിമം ആ പെട്ടെന്ന് വാല്യൂസ് എയും ബിയും വാല്യൂസ് കണ്ടുപിടിക്കാൻ നോക്ക്. അലീന ആൻഡ് ആഷ്ലിൻ. അലീന എത്ര കിട്ടി? ഏതാ? രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയതേ ഉള്ളൂ. എയും ബിയും കണ്ടുപിടിച്ചു. ആഷ്ലിൻ? എന്തെങ്കിലും ആൻസർ എന്തെങ്കിലും ആയോ? ചെയ്യുന്നേ ഉള്ളൂ സാർ. സർ a -3 b 13 എന്നും കിട്ടി. a -3 b 13. b ഒന്നുകൂടെ നോക്ക്. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ എവിടെയോ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ചെക്ക്. b -1. ആ 7ഉം 6ഉം കൂടെ ആഡ് ചെയ്ത് വെച്ചല്ലേ ആദ്യം? സർ. a is equal to -3, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും -9 plus b is equal to -10, or b is equal to -10 plus 9 is -1. എയുടെ ബിയുടെ വാല്യൂ ഇതാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. ആഷ്ലിൻ, അഭയ്. ഓ സാർ. അടുത്ത ചോദ്യം. ആ എക്സസൈസിനകത്ത് മുഴുവൻ ഈ ടൈപ്പ് ആണ്. അതോ പിന്നെ മാർക്ക് ചെയ്തിടുക. ഈ ഒരു എക്സസൈസിനകത്ത് നിന്ന് മെയിൻലി വരുന്ന ടൈപ്പ് ഈ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ഫാക്ടർ ആണെന്ന് തന്നിരിക്കും, അല്ലെങ്കിൽ റിമൈൻഡർ ആണെന്ന് തന്നിരിക്കും. അതിനകത്തുനിന്ന് എയും ബിയും കണ്ടുപിടിക്കുക. ഫൈൻഡിങ് എ ആൻഡ് ബി. അതാണ് കൂടുതലും ഈ എക്സസൈസിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. മിക്കവാറും ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആ സെയിം ടൈപ്പിൽ വരുന്നതാണ്. ഓക്കെ. പിന്നെ ഉണ്ട് ഒരു ഡിഫറെന്റ് ടൈപ്പ്, വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. അതായത് എത്ര ആഡ് ചെയ്യണം, എത്ര സബ്ട്രാക്ട് ചെയ്യണം, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ ഇതിനകത്തുണ്ട്. അതൊരു 2-3 ചോദ്യങ്ങളും കൂടെ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ
13. Question number 13. Ashlyn, question number 13 ഒന്ന് വായിച്ചേ. What number should be added to 3x cube minus 5x square plus 6x so that when resulting polynomial is divided by x minus 3, the remainder is 8? ഓക്കെ, അപ്പോ എക്സ് ഏതാണ് നമ്മുടെ ഇവിടുത്തെ പോളിനോമിയൽ? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? 3x ക്യൂബ് മൈനസ് 5x സ്ക്വയർ പ്ലസ് 6x അല്ലെ? ഇതല്ലേ പോളിനോമിയൽ. അപ്പൊ ഈ പോളിനോമിയലിന്റെ കൂടെ നമുക്കൊരു നമ്പർ ആഡ് ചെയ്യണം അല്ലെ? സോ ലെറ്റ് ദ നമ്പർ ടു ബി ആഡഡ്. ഏത് നമ്പർ അറിയത്തില്ല. സോ ലെറ്റ് ദി നമ്പർ എന്താണ് ടു ബി ആഡഡ് എത്രയാണെന്ന് കൊടുക്കാം. അത് അറിഞ്ഞുകൂടാത്ത സ്ഥിതിക്ക് നമ്മൾ സാധാരണ വേരിയബിൾ എക്സ് എന്നാ കൊടുക്കുന്നത്, പക്ഷെ ഇവിടെ ഓൾറെഡി എക്സ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് കെ എന്ന് കൊടുക്കാം. ഓക്കെ, ലെറ്റ് ദ നമ്പർ ടു ബി ആഡഡ് ബി കെ. അപ്പോ അങ്ങനെ കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് ഇസ് എ ന്യൂ പോളിനോമിയൽ? ന്യൂ പോളിനോമിയൽ വിൽ ബി എത്രയാ? 3x ക്യൂബ് മൈനസ് 5x സ്ക്വയർ പ്ലസ് 6x. അതിന്റെ കൂടെ എന്താണ്? ആ കെ കൂടെ വരും. അപ്പൊ ഇതാണ് പുതിയ പോളിനോമിയൽ, ഈ കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പോളിനോമിയൽ. ഇനി ഈ കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞിട്ടുണ്ട്? ദ റിസൾട്ടിംഗ് പോളിനോമിയൽ ഈസ് ഡിവൈഡഡ് ബൈ x മൈനസ് 3. ഈ കെ ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ടിംഗ് പോളിനോമിയലിനെ x മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടുത്തെ റിമൈൻഡർ എത്രയാണ്? 8 ആണ്. ഓക്കെ, സോ ദ ന്യൂ പോളിനോമിയൽ പി ഓഫ് എക്സിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു? x മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണെന്ന് കിട്ടുന്നു? 8 ആണെന്ന് കിട്ടും. അപ്പൊ x മൈനസ് 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ പി ഓഫ് 3 ആണ് എത്രയാ? ഇവിടുത്തെ 8. സോ പി ഓഫ് 3 എന്ന് പറയുന്നത് ഇവിടുത്തെ പുതിയ പോളിനോമിയലിന് കൊടുക്കുക. അപ്പൊ എത്രയാ? 3 into 3 ക്യൂബ് മൈനസ് 5 into 3 സ്ക്വയർ പ്ലസ് 6 into 3 പ്ലസ് കെ is equal to എത്രയാ? 0 അല്ല 8. കാരണം ഫാക്ടർ അല്ല, റിമൈൻഡർ ഉണ്ട്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫാക്ടർ ആണോ റിമൈൻഡർ ആണോ എന്നുള്ളത്. അപ്പൊ 3 into 3 ക്യൂബ് is 81 minus 5 into 3 square is 45 plus 6 into 3 is 18 plus k equals 8. 81 minus 45 is 36. 36 plus 18 is 54. 54 plus k is equal to 8. So k is equal to എത്രയാ? 8 minus 54, അതായത് എത്രയാ? minus 46. So k യുടെ വാല്യൂ എത്ര കിട്ടി? negative 46. So what is the required number that is to be added here? ഇവിടെ ആഡ് ചെയ്യേണ്ട നമ്പർ minus 46 ആണ്. Okay, what is the number to be added here? minus 46. പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ ഏത് നമ്പർ ആണ് ആഡ് ചെയ്യേണ്ടത് അത് നമുക്ക് അറിയത്തില്ല. സോ അതിന് കെ എന്ന് കൊടുക്കുക. ആ കെ എന്ന് പറയുന്ന കൊടുത്തതിന് ശേഷം കിട്ടുന്ന പുതിയ പോളിനോമിയൽ ഏതാണ്? ഇതാണ്. ആ പോളിനോമിയലിലാണ് ഇനി എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്? അവര് x മൈനസ് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് റിമൈൻഡർ കിട്ടുക? 8 എന്ന് പറയുന്ന റിമൈൻഡർ കിട്ടുന്നതും. അപ്പോ ആ പുതിയ പോളിനോമിയലിന് പി ഓഫ് 3 എന്ന് പറയുന്ന വാല്യൂ എത്രക്ക് ഈക്വൽ ആണ്? അവിടുത്തെ റിമൈൻഡർ 8ന് ഈക്വൽ ആണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? അതിനെ സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. മനസ്സിലായോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പൊ ആ എക്സസൈസിലുള്ള മെയിൻ ടൈപ്പുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെയിൻ ടൈപ്പുകൾ. ഓക്കെ, അപ്പൊ ആ എക്സസൈസിന്റെ സൈഡിൽ എഴുതിയിടേണ്ടത് ഇതാണ്. ഇതിനകത്ത് വരുന്ന മെയിൻ 2 ടൈപ്പുകൾ. ഒന്ന് ഏതാണ്? എയും ബിയും കണ്ടുപിടിക്കുക. ഈ എയും ബി കണ്ടുപിടിക്കാൻ അത്ര ചില്ലറ കാര്യമൊന്നും അല്ല കേട്ടോ. ചില ക്വസ്റ്റ്യൻസിനകത്ത് റൂട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ റൂട്ട് 3, റൂട്ട് 2 ഒക്കെ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. പെട്ടെന്ന് നമുക്ക് സാധാരണ നമ്പർ വരുമ്പോൾ പ്രശ്നമില്ല. ഈ നമ്മുടെ ഫാക്ടർ, ഇപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ഫാക്ടർ എക്സ് മൈനസ് റൂട്ട് എന്നൊക്കെ ആയിരിക്കും. അപ്പൊ എക്സിന്റെ വാല്യൂ നമ്മൾ റൂട്ട് 2 ഒക്കെ ഇടേണ്ടി വരും. ആ സമയത്തൊക്കെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ബാക്കി നോക്കിക്കൊള്ളാം. നമുക്കിപ്പോ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ ഇന്ന ടൈപ്പ് ആണെന്നുള്ളത്. ആ ടൈപ്പിനകത്ത് ഇപ്പൊ വാല്യൂസ് നമ്പറും കാര്യങ്ങളൊക്കെ മാറി തിരിഞ്ഞൊക്കെ വരാം കേട്ടോ. അത് റൂട്ട് വരാം, റൂട്ട് ഇല്ലാത്ത നമ്പറുകളാവാം, ഡെസിമൽ ആവാം, അപ്പൊ അതൊക്കെ ഫ്രാക്ഷൻ ആവാം. അപ്പൊ ചിലപ്പോൾ 3/2 ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോ 3/2 ഒക്കെ ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് LCM ഒക്കെ എടുത്ത് കുറച്ച് കാൽക്കുലേഷൻ കൂടുതൽ വേണ്ടി വരും അങ്ങനത്തെ ചോദ്യങ്ങൾ കേട്ടോ. അപ്പോൾ ഈ എക്സസൈസിനകത്തുള്ള മെയിൻ 2 ടൈപ്പ്, ഒന്ന് എയും ബിയും കണ്ടുപിടിക്കുന്നത്, രണ്ടാമത്തത് ഇതേപോലെ ആഡ് ചെയ്യുന്നത്. എത്ര ആഡ് ചെയ്യണം അല്ലെങ്കിൽ എത്ര സബ്ട്രാക്ട് ചെയ്യണം. ഇപ്പൊ സബ്ട്രാക്ട് ചെയ്യുന്ന സ്ഥിതിയിൽ, സബ്ട്രാക്ട് ചെയ്യുന്ന കേസ് ആണെങ്കിൽ നമ്മളിവിടെ ഈ പ്ലസ് കെക്ക് പകരം ഇവിടെ എന്തിടുമായിരുന്നു? പ്ലസ് കെക്ക് പകരം നമ്മൾ ഇവിടെ എന്തിടുമായിരുന്നു? മൈനസ് കെ ഇടുമായിരുന്നു കേട്ടോ. പ്ലസ് കെക്ക് വരെ നമ്മൾ മൈനസ് ഇടുമായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ 3 പേർക്കും? ഓക്കെ, 3 പേരൂടെ ഉണ്ടോ? അതോ ആരെ സൗണ്ട് ഒന്നും കേൾക്കാല്ല? അലീന? ആ ശരി.
അപ്പൊ ഈ എക്സസൈസിൽ വേറെ ഇനി ടൈപ്പ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്നുകൂടെ നോക്കട്ടെ. ലാസ്റ്റ് 2 ക്വസ്റ്റ്യനിൽ സെയിം റിമൈൻഡർ ഓക്കെ. 15ാമത്തെ ചോദ്യം. ഈ 15ാമത്തെ ചോദ്യത്തിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. 15ാമത്തെ ചോദ്യവും ഇതേപോലെ തന്നെയാണ്. ദ പോളിനോമിയൽസ്, 2 പോളിനോമിയൽ ഉണ്ട്. ഈ 2 പോളിനോമിയലിനെയും എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരേ റിമൈൻഡർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 2 പോളിനോമിയലിനെ എന്താണ് അവിടുത്തെ x-2 ആയതുകൊണ്ട് p(2), ആ 2 പോളിനോമിയലിനെ p(2) കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ആ ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. അലീന, ക്വസ്റ്റ്യൻ നമ്പർ 15 എന്ന് വായിച്ചു. The polynomials 2x cube minus 7x square plus ax minus 6 and x cube minus 8x square plus 2a plus 1x minus 16 leave the same remainder when divided by x minus 2. Find the value of a. ഓക്കെ, അപ്പോ ഇവിടെ 2 വേറെ വേറെ പോളിനോമിയൽ. അപ്പൊ ഇവിടെ ഇതിന് p(x) എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് കൊണ്ടുപോയി അതേ പേര് കൊടുക്കരുത്, അപ്പുറത്ത് വേറെ എന്തെങ്കിലും പേര് കൊടുക്കണം. q(x) എന്നോ അങ്ങനെ എന്തെങ്കിലും വേറെ പേര് മാറ്റി കൊടുക്കുക. അപ്പൊ ഇവിടെ p(x), ഇത് q(x). ഈ 2 പോളിനോമിയലിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. റിമൈൻഡർ എത്ര കിട്ടും എന്ന് പറഞ്ഞിട്ടില്ല, കിട്ടുന്ന റിമൈൻഡർ രണ്ടിടത്തും എന്താണ്? ഈക്വൽ, അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ x-2 ആണ് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് p(x)ന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? p(2). So 2 into 2 cube minus 7 into 2 square plus a into 2 minus 6. That is 16 minus 28 plus 2a minus 6. അതായത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 2a 16 minus 28 is minus 12, minus 12 minus 6 is minus 18. So 2a minus 18. അടുത്ത q(x)ന്റെ സ്ഥാനത്തും അവിടെ എന്താണ് x-2 ഉണ്ടായതുകൊണ്ട് 2 എന്താണ് q(2) ചെയ്യുക. So 2 cube minus 8 into 2 square plus 2a plus 1 into 2 minus 16. So that is 8 minus 32 plus 4a plus 2 minus 16. So that is 8 minus 32 is minus 24. Minus 24 plus 2 is minus 22. Minus 22 minus 16 is minus 38 plus 4. So ഇതാണ് അപ്പുറത്തെ ഡിനോമിനേറ്റർ. ഓക്കെ, സോ ഡിനോമിനേറ്റർ അല്ല റിമൈൻഡർ. അപ്പൊ രണ്ടിടത്ത് റിമൈൻഡർ കിട്ടി. ഈ 2 റിമൈൻഡറും എന്താണ്? ഈക്വൽ ആണ്. സോ ദർഫോർ നമുക്ക് എന്താണ് 2a minus 18 is equal to minus 38 plus 4a. സോൾവ് ചെയ്യുക, എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് എത്രയാണെന്ന് കിട്ടുന്നത് നോക്കിക്കേ. എനിക്ക് തോന്നുന്നു 10 ആണ് അല്ലെ? 10 ആണല്ലോ കാൽക്കുലേഷൻ. അതെ, 10 തന്നെ. 3 പേർക്ക് പെട്ടെന്ന് 10 കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്തേ. -10 എന്ന് കിട്ടി. ഒന്നുകൂടെ ചെക്ക്. ഏതെങ്കിലും പ്ലസും മൈനസും ഒക്കെ മാറി കിടക്കായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. Sir, എനിക്ക് 10 എന്ന് കിട്ടി. ആഷ്ലിൻ കിട്ടിയോ? ഓക്കെ, അഭയ് നോക്ക്, പെട്ടെന്ന് ചെക്ക്. ആ സർ 10 എന്നാ കിട്ടിയത്. ഓക്കെ, അപ്പൊ ആ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ആ എക്സസൈസ് ഓക്കെ. അപ്പൊ 8A ആയി. അടുത്തത് 8Bയിലോട്ട് പോകാം. നമുക്ക് 8Bയിലോട്ട് പെട്ടെന്ന് 8B എടുത്ത് എല്ലാവരും. ഓക്കെ, അപ്പൊ 8Bക്ക് അകത്ത് നമ്മുടെ ഫാക്ടറൈസേഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ 8Bക്ക് അകത്തുള്ള ജോലി. നമ്മൾ ഫസ്റ്റ് എക്സസൈസിൽ ചെയ്ത കാര്യങ്ങളുണ്ട്, 8B ഒക്കെ കണ്ടുപിടിക്കുന്നതും ഉണ്ട്. പക്ഷെ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫാക്ടറൈസേഷനിലാണ്. അപ്പൊ കുറച്ച് ലെങ്തി ആയിരിക്കും. നമ്മുടെ കഴിഞ്ഞ എക്സസൈസിൽ ചെയ്ത പല ക്വസ്റ്റ്യൻസിലെ പ്രോസസ്സുകളും ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എക്സ്ട്രാ ഫാക്ടറൈസേഷനും കൂടെ അതിന്റെ കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും ആൻസറുകൾ. നമുക്കിപ്പോ ഒരു ചോദ്യം വെച്ച് തുടങ്ങാം. ഇതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 2 ആദ്യത്തെ ചോദ്യം.
ക്വസ്റ്റ്യൻ നമ്പർ 2 ആദ്യത്തെ ചോദ്യം ഒന്ന് ആഷ്ലിൻ വായിച്ചേ. യൂസിംഗ് ദ റിമൈൻഡർ തിയറം ഒന്ന് വായിക്കും. ആഷ്ലിൻ കേൾക്കാവോ? sir. എക്സസൈസ് 8B രണ്ടാമത്തെ ചോദ്യം വായിച്ചു. 3x cube plus 2x square minus 19x plus 6. ഓക്കെ, ഇതിന് എന്താണ് ഹെഡിങ് വായിച്ചാലല്ലേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുള്ളൂ. അതിന്റെ ഹെഡിങ് എന്താണ്? Using the remainder theorem, factorize each of the following completely. ഓക്കെ, അപ്പോ ഇതൊരു പോളിനോമിയൽ. അപ്പൊ ഇതിന് പേര് പി ഓഫ് എക്സ് എന്ന് കൊടുത്തു. ഇത് എന്ത് പോളിനോമിയൽ ആണ്? ശ്രദ്ധിക്കുക, ഇത് എന്ത് പോളിനോമിയലാ? ഇറ്റ് ഈസ് എ cubic polynomial. Why it is called as a cubic polynomial? Because the highest power for the variable is what? 3. Highest power എന്ന് പറയേണ്ട ആവശ്യമില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഗ്രി 3 ആണെന്ന് പറയും അല്ലെ. ഇവിടുത്തെ എക്സിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ 3 ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ക്യൂബിക് ആണ്. ഒരു ക്യൂബിക് പോളിനോമിയലിന് എത്ര ഫാക്ടറുകൾ കാണും? അതിന്റെ ഡിഗ്രി 3 അല്ലേ. അപ്പൊ 3 ആണെങ്കിൽ അതിനെ ക്യൂബിക് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര ഫാക്ടറുകൾ തന്നെ ഉണ്ടാവും? അതിന് മൊത്തം 3 ഫാക്ടേഴ്സ്. അതിന് മൊത്തം എത്ര ഫാക്ടേഴ്സ്? 3 ഫാക്ടർ. അപ്പോ ഇതാണ് നമ്മുടെ തുടക്കം. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം പറയാണ്. ഇത് ഏതൊരു ചോദ്യത്തിനായാലും അല്ലെങ്കിൽ ഏതൊരു പോളിനോമിയലിനായാലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് അതിന്റെ പോളിനോമിയലിന്റെ ഡിഗ്രി നോക്കുക, അല്ലെങ്കിൽ ഹയസ്റ്റ് പവർ നോക്കുക. എന്നിട്ട് നമുക്ക് അവിടെ എത്രയാണ്, അവിടുത്തെ എത്ര ഫാക്ടറുകൾ അവിടെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് അപ്പൊ തന്നെ പറയാൻ പറ്റും, പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പൊ 3x³ + 2x² - 19x + 6 ആണ് നമ്മുടെ പോളിനോമിയൽ. അപ്പൊ ആ പോളിനോമിയലിന് 3 ഫാക്ടറുകൾ ഉണ്ടല്ലോ. അതിൽ ഒരു ഫാക്ടർ, ആദ്യത്തെ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെയാണ്. ഓക്കെ, ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ. എന്താണ് ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്? ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? നമ്മൾ എക്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ വാല്യൂസ് അസ്യൂം ചെയ്യും. എക്സിനെ നമ്മൾ 1 എന്ന് അസ്യൂം ചെയ്യും, എക്സിനെ നമ്മൾ 2, എക്സിന് -1, എക്സിന് -2, അങ്ങനെ നമ്മൾ വാല്യൂസ് അസ്യൂം ചെയ്ത് കൊടുക്കും. അങ്ങനെ വാല്യൂസ് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് പോളിനോമിയലിന്റെ എന്താണ് വാല്യൂ 0 കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു പരിപാടി ആദ്യം ചെയ്യാം. അതായത് എക്സിന് 1ഓ 2ഓ -1ഓ -2ഓ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വലിയ വാല്യൂസ് ആയാലും അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് പി ഓഫ് എക്സിന് പകരം എന്തിട്ടു? 1 ഇട്ടു. സോ 3 ഇൻറ്റു എന്താണ് 1³ + 2 ഇൻറ്റു 1² - 19 ഇൻറ്റു 1 + 6. ഓക്കെ, സോ 3 ഇൻറ്റു 1³ is 3 + 2 - 19 + 6. ഇത് 0ക്ക് ഈക്വൽ ആണോ? ഒരിക്കലും അല്ല. കാരണം കൂട്ടിയിട്ട് കാര്യമില്ല. കാരണം 3 + 2 5 ആണ്. 5 - 19 ഒരിക്കലും അത് 0ക്ക് ഈക്വൽ ആവത്തില്ല കേട്ടോ. ഇനി ഇത് ക്വസ്റ്റ്യനിൽ ഓക്കെ, ക്വസ്റ്റ്യൻ കറക്റ്റ്. ശരി, അടുത്തത് പി ഓഫ് എന്നിടുക, പി ഓഫ് 2 ഇടുക. പി ഓഫ് 2 ഇടുമ്പോൾ എത്രയാണ്? 3 × 2³ + 2 × 2² + 9 എന്താണ് -19 × 2 + 6. സോ 3 × 2³ എത്രയാണ്? 24 + 8 - 38 + 6. 24 + 8 32. 32 - 8 is 32 - 38 is -6. -6 + 6 എത്രയാണ്? 0. അപ്പൊ ഇവിടെ പി ഓഫ് 2 എത്ര കിട്ടി? 0 കിട്ടി. ഓക്കെ, അപ്പോ 3 ഫാക്ടറിലെ ആദ്യത്തെ ഫാക്ടർ, ഫസ്റ്റ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ്. ആ ട്രയൽ ആൻഡ് എറർ മെത്തേഡില് ആദ്യത്തെ ട്രയലിൽ കിട്ടിയില്ല, രണ്ടാമത്തെ ട്രയലിൽ കിട്ടി. എന്താണ്? പി ഓഫ് 2 കിട്ടി. അപ്പൊ പി ഓഫ് 2 0 ആണെന്ന് കിട്ടി. അപ്പൊ ഈ പി ഓഫ് 2 0 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഏതാ ഫാക്ടർ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പി ഓഫ് എ ആണ് 0 എന്ന് കിട്ടിയെങ്കിൽ ഏതാണ് ഫാക്ടർ? x - a ഫാക്ടർ. അപ്പൊ പി ഓഫ് 2 0 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ് ഫാക്ടർ? x - 2 is a ഫാക്ടർ. പിടികിട്ടിയോ? ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ ഓർമ്മ എന്തായാലും വരും പെട്ടെന്ന്. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും പഴയ നമ്മൾ അന്ന് ചെയ്ത മെത്തേഡുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അതിൽ ഡൗട്ട് ഉള്ളവർ ഒരു കാര്യം ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കുറെ ചെയ്തു നോക്കുക. അപ്പോൾ ഇങ്ങനെ റിവിഷനിൽ നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ടോപ്പിക് ആണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങളല്ല ചെയ്യുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഇനി അടുത്തൊരു നമ്മൾ ഈ ഒരു എക്സാമോടെ മോഡൽ എക്സാമോടെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പൊ ഒരുപാട് ചോദ്യങ്ങളല്ല നമ്മളിവിടെ ചെയ്യുന്നത്, മെയിൻലി ടോപ്പിക്കുകളാണ്. ഓരോ ടോപ്പിക്കും ഓരോ സബ് ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, സ്പീഡ് കുറവുള്ളവർ മാക്സിമം കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതേ നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇല്ലാതെ ഇങ്ങനെ 1ഓ 2ഓ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടത്തില്ല. കാര്യം മനസ്സിലാവും, സ്പീഡ് കൂടത്തില്ല. ഓക്കെ, അപ്പൊ x - 2 ഫാക്ടർ ആണെന്ന് കിട്ടി. അടുത്ത പരിപാടി എന്താ? ഇനി ഒരു ഫാക്ടറായി. ഇനി ബാക്കി എത്ര ഫാക്ടർ ഉണ്ട്? റിമൈനിങ് ഇനി 2 ഫാക്ടർ ഉണ്ട് അല്ലെ? റിമൈനിങ് നമുക്കിനി 2 ഫാക്ടർ ഉണ്ട്. ആ 2 ഫാക്ടർ കണ്ടുപിടിക്കാൻ ഞാൻ അടുത്ത പേജ് എടുക്കാമല്ലോ.
ഇതിൽ എഴുതി കഴിഞ്ഞല്ലോ നിങ്ങൾ ഇതിലുള്ളത്? അഭയ്, അലീന, ആഷ്ലിൻ? ആ ആ സർ. സർ കഴിഞ്ഞു. ഓക്കെ. അപ്പൊ അടുത്ത പേജിൽ ഞാൻ ഇതിന്റെ ബാക്കി, അതായത് നമ്മുടെ പോളിനോമിയൽ എന്തായിരുന്നു ആഷ്ലിൻ? 3x³ പ്ലസ് 2x square മൈനസ് 19x പ്ലസ് 6. ഓക്കെ. ആ പോളിനോമിയലിനെ സ്റ്റാൻഡേർഡ് ഫോമിലാണെന്ന് നോക്കുക. സ്റ്റാൻഡേർഡ് ഫോമിൽ എന്ന് പറഞ്ഞാൽ പവർ ഏറ്റവും കൂടുതൽ, പിന്നെ കുറഞ്ഞു, പിന്നെ കുറഞ്ഞു, പിന്നെ കുറഞ്ഞു, അങ്ങനെ തന്നെയാണല്ലോ. അതെ. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോം ആണ്. ഓക്കെ. അതിനെ ആ പോളിനോമിയലിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക? നമുക്ക് ഇപ്പൊ കിട്ടിയ ഫാക്ടർ ആരാണ്? x-2 ആണ്. x-2 ആ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്നത് പലർക്കും ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരത്തില്ല. നമ്മൾ അന്ന് ചെയ്തതാണ് ഇതൊക്കെ. അപ്പൊ ആദ്യത്തെ 3x³ x വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3x². അതിവിടെ തിരിച്ച് 3x² × x is 3x³. 3x² × -2 is -6x². ഈ മൈനസിനെ ഇവിടെ പ്ലസ് ആക്കുക, ഇവിടെ പ്ലസിനെ മൈനസ് ആക്കുക. ഇത് രണ്ടും കട്ടാവും. 2x² പ്ലസ് 6x² കൂടെ 8x². ഈ അടുത്ത മൂന്നാമത്തെ ടേമിനെ താഴെ ഇറക്കുക, -19x. ഈ 8x² x വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 8x. 8x × x is 8x². 8x × -2 is -16x. അങ്ങനെ ഇവിടെ മൈനസിനെ പ്ലസ് ആക്കുക, ഇവിടെ മൈനസ് ആക്കുക. ഇത് രണ്ടും ക്യാൻസൽ ആക്കും. -19x പ്ലസ് 16x കൂടെ ചെയ്യുമ്പോൾ -3x. ഇനി ഇവിടെ നിന്ന് ഈ ലാസ്റ്റ് ടേം 6നെ താഴെ ഇറക്കുക, +6. -3x x വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ -3. -3 × x is -3x. -3 × -2 is +6. ആ പ്ലസിനെ മൈനസ് ആക്കുക, ഇവിടെ പ്ലസ് ആക്കുക, ക്യാൻസൽ ആയി പോകും. എല്ലാം എന്ത് കിട്ടി? റിമൈൻഡർ 0 കിട്ടി. ഓക്കെ. റിമൈൻഡർ 0 കിട്ടണം. കാരണം നമ്മൾ തൊട്ട് മുന്നത്തെ പേജിൽ പറഞ്ഞു ഇത് x-2 എന്താണ്? ഫാക്ടർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ x-2 ഫാക്ടർ ആണെങ്കിൽ x-2 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും റിമൈൻഡർ 0 വന്നേ പറ്റത്തുള്ളൂ. വേറൊരു റിമൈൻഡർ എന്നാൽ നിങ്ങളുടെ ആൻസർ തെറ്റാണ്. ഏത് തെറ്റ്? ഒന്നെങ്കിൽ ഇവിടെ കണ്ടുപിടിച്ച ഫാക്ടർ തെറ്റ്, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡിവൈഡ് ചെയ്തത് നിങ്ങൾ തെറ്റിപ്പോയി. നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങളുടെ മാർക്ക് ഷുവർ ആണോ ഇല്ലെന്ന് നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാവും. കാരണം ഇത് കറക്റ്റ്, ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ, ഇത് കറക്റ്റ് ആണെങ്കിലും പിന്നെ ഇത് ഡിവൈഡ് ചെയ്യുന്ന കറക്റ്റ് ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ റിമൈൻഡർ 0 കിട്ടുന്നത് വരെ എല്ലാം ശരിയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്ത കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ഒരു ചോദ്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് 4 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്കാണോ കിട്ടുന്നതുള്ളതിന്റെ കൺഫർമേഷൻ ആണ് അവിടെ. ഓക്കെ. ഇനി അടുത്ത് നിങ്ങൾ നോക്കാനുള്ള ഇവിടുത്തെ കോഷ്യന്റ് ആണ്. ഏതാണ്? 3x² പ്ലസ് 8x - 3. ഇവിടെ പ്രോഡക്റ്റും സം കൊടുക്കുക, പിയും എസും. 3 × -3 എത്രയാണ്? -9. സം നടുക്കത്ത് ടേം 8. സോ പ്രോഡക്റ്റ് -9 സം 8 വരുന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? 9 and -1. സോ 3x² പ്ലസ് 9x - 1x - 3. ഇനി ആദ്യത്തെ രണ്ടിലും 3 കോമൺ എടുക്കാം. സോ 3 × 3 അല്ല, 3 മാത്രമല്ല 3x കോമൺ എടുക്കാം. അപ്പൊ ബാക്കി എന്താണ്? x + 3. -1x ലും -3ലും -1 കോമൺ എടുത്താൽ x + 3. അങ്ങനെ ബാക്കി എന്താണ്? 3x - 1ഉം ഇവിടെ x + 3. അപ്പൊ ബാക്കി രണ്ട് ഫാക്ടേഴ്സ് ദാ കിടക്കുന്നു. അപ്പൊ ടോട്ടലി എത്ര ഫാക്ടേഴ്സ് ആണ്? ആദ്യം കിട്ടിയ ഫാക്ടർ x-2, ഇപ്പൊ കിട്ടിയ രണ്ട് ഫാക്ടർ ഇതാണ് 3x - 1ഉം x + 3. പിടികിട്ടിയോ? പെട്ടെന്ന് എഴുതിയെടുത്ത കാരണമേ ഇപ്പൊ കോള് കട്ടാവും. നിങ്ങൾ പെട്ടെന്ന് എഴുതിയെടുത്തോളൂ. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. കാരണം ഈ ഡിവിഷൻ എത്തുമ്പോൾ പലർക്കും ഡൗട്ട് വരാറുണ്ട് വർഷങ്ങളായിട്ട്. അതായത് ഡിവിഷനിൽ ബാക്കിയെല്ലാം ചെയ്യാൻ അറിയായിരിക്കും, ഡിവിഷൻ ഡൗട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഡൗട്ട് ഉള്ളവർ ചോദിക്കാനുണ്ട് കേട്ടോ, ഡിവിഷനിൽ ഡൗട്ട് ഉള്ളവർ. ഇപ്പൊ എന്തായാലും നിങ്ങൾ ഇത് പെട്ടെന്ന് എഴുതിയെടുക്കും, കാരണം ഇപ്പൊ കോള് കട്ടാവും, പെട്ടെന്ന് കട്ടാവും.